വരട്ടെ. ആഷിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന ഗുണം, നമ്മൾ സംഘടനാ തലത്തിലാണെങ്കിലും യൂണിയൻ തലത്തിലാണെങ്കിലും ഒരു വിശദീകരണം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ വ്യക്തമായ വിശദീകരണമായിരിക്കും ആഷിക്ക് തന്നിരിക്കുന്നത്. ആഷിക്കിൻ്റെ ഈ ഗുണം ആഷിക്കിൻ്റെ സിനിമാ കരിയറിൽ എത്രമാത്രം ഗുണകരമായി വന്നിട്ടുണ്ട് എന്നാണ് എനിക്കറിയേണ്ടത്. സനൽ എൻ്റെ നേതാവായിരുന്നു ആ സമയത്ത്. അപ്പോൾ സനൽ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം കമ്മിറ്റികളിലൊക്കെ പലപ്പോഴും വിശദീകരണം ചോദിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ മറുപടി കൊടുക്കും, ആധികാരികമായിട്ട് പറയും. വളരെ ക്ലിയർ ആയിട്ട്. അത് ചിലപ്പോൾ അബദ്ധമായിരിക്കാം, പക്ഷേ എൻ്റെ ക്ലാരിറ്റി ഉണ്ടാവും. അവർക്കൊരു സെറ്റുമായിരിക്കും. രണ്ടാമത് ആലോചിക്കാൻ ഒരു സമയം കൊടുക്കില്ല. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ അത് സനൽ പറഞ്ഞത് കറക്റ്റാണ്. സനൽ സെൻറ്റ് ആൽബർട്ട്സിലായിരുന്നു, ഞാൻ മഹാരാജസിലായിരുന്നു. പക്ഷേ സംഘടനാ തലത്തിൽ ഒരു പെരിഫറൽ ലോജിക്ക് അവിടെ വർക്കൗട്ട് ചെയ്യും. അല്ല, അത് മനഃപൂർവ്വമല്ല. എനിക്ക് ശരിയെന്ന് ആ സമയത്ത് തോന്നുന്ന കാര്യം വളരെ ഓപ്പണായിട്ട് അപ്പം പറയും, യുക്തിപരമായിട്ട് അവതരിപ്പിക്കും. അത്രേ ഉള്ളൂ. റിമ, ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? എല്ലാം ഓക്കെയാണ്. പറഞ്ഞ് പറ്റിച്ച് കളയും. അതാണ് ഇതിൻ്റെ പരിപാടി. അതായത് കറക്റ്റായിട്ട് ഇന്നാണ് കാര്യങ്ങൾ, ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു, നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. കാരണം ഒരു കമ്മിറ്റിയിൽ പെട്ടെന്ന് ഒരാൾ കയറി ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പഠിക്കാൻ സമയം വേണമെന്ന് പറയണ്ട. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചു. എസ്റ്റംബറായിട്ടൊരു ലോജിക്ക് വർക്കൗട്ട് ചെയ്യും. അതെ, വരട്ടെ. ആഷിഖ് കൈരളിയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തതാണ്. ഇതന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ട് സൗജന്യമായി ടെലികാസ്റ്റ് ചെയ്തതാണ്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. സ്ലോട്ട് ഫീ മേടിച്ചിട്ടില്ല. ഇല്ല, അത് ഞങ്ങൾ മേടിക്കായിരുന്നു പറഞ്ഞ ബോധപൂർവ്വം. എന്നെ കാരണം വെച്ചാൽ അതിങ്ങനെ കൂടി വരട്ടെ എന്നൊരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഞങ്ങൾക്ക് മേടിക്കും. അങ്ങനെ ഒരു ഈ സ്ലോട്ട് ഫീ ഒരു സിനിമയുടെ റെമ്യൂണറേഷനുമായിട്ട് ബന്ധപ്പെടട്ടെ, അതിന്റെ സാറ്റലൈറ്റ് റൈറ്റുമായിട്ട് അവിടെ വരെ എത്തിച്ചിട്ട് ഒരു സിനിമ ആശിക്കുന്നു ഞങ്ങൾ മേടിക്കും. റിമ നോട്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ റിമയും കൊണ്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇവിടെയാണ് മമ്മൂട്ടി മുമ്പോട്ട് വരുന്നത്. അതെ, ഇപ്പോൾ ആ മാഗസിൻ എഡിറ്റർ കാലഘട്ടത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ, എൻ്റെ അങ്കിൾ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 10-12 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ മമ്മൂക്ക അബാദിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അബാദിൽ ലാൻഡ് ലൈനിലേക്ക് വിളിക്കും. ഒരു ദിവസം രാത്രി മമ്മൂക്കനെ കിട്ടി. ഞാൻ പറഞ്ഞു ഇങ്ങനെ മഹാരാജ് കോളേജിൽ നിന്നാണ് അന്നൊരു മാഗസിൻ അവാർഡിന് വന്നപ്പോൾ കണ്ട്. എന്താന്ന് ഞാൻ ഒരു കാസറ്റ് ഏൽപ്പിക്കാം, ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ സാധനം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക അത് കാണുകയും കൈരളിയിൽ അത് ഫ്രീ ആയിട്ട് ടെലികാസ്റ്റ് ഫീ അത് മമ്മൂക്ക തന്നെ അത് ഇനീഷ്യേറ്റീവ് എടുത്തത്. ഒന്നാമത്തെ കാര്യം മമ്മൂക്ക തന്നെ പഠിച്ച ക്യാമ്പസാണ്. പിന്നെ 99 എന്തോ ആണ്, 99-2000 ആ സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ക്യാമ്പസ് ഫിലിം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവമായിരുന്നു. അന്ന് ഇല്ലയെന്ന് തന്നെ പറയാം. ഇന്നൊക്കെ എല്ലാ ക്യാമ്പസുകളിലും സിനിമയുടെ ഒരു എന്താ പറയണ്ടേ കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, മാറി. പഞ്ചായത്ത് കമ്മിറ്റി സിനിമ എടുക്കുന്നു, കമ്മിറ്റി സിനിമ എടുക്കുന്നു. അതെ, കുറേ കൂടെ ജനകീയമായി സിനിമ കുറവ് കൊണ്ട് ജനകീയമായി. ഇവിടെ നിന്നാണ് ഡാഡി കൂടിലേക്കുള്ളൊരു പോക്ക്. അതെ, വരട്ടെ. നിൽക്കട്ടെ അവിടെ. ആഷിഖ് കമലിൻ്റെ കൂടെയൊക്കെ ദീർഘകാലമൊക്കെ പ്രവർത്തിച്ചു, ഒരു 1/2 പതിറ്റാണ്ട് കാലം. പക്ഷേ എങ്കിൽ പോലും ആഷിഖിൻ്റെ സിരകളിലെ ഒരു ആക്ഷൻ എവിടെയോ കിടപ്പുണ്ട്. അത് ഈ പറഞ്ഞ ഫസ്റ്റ് ഫിലിമിലും ഇപ്പോൾ ഉള്ള ഗാങ്സ്റ്ററിലുമൊക്കെ അത് പ്രകടമായി വന്നു. അതിനോട് നിങ്ങൾ ഭ്രമമുണ്ടോ? എനിക്ക് എല്ലാത്തരം ജോണറിനോടും താല്പര്യമുണ്ട്, ഭ്രമമുണ്ട്. അതായത് അത് എനിക്ക് ഡാഡി കൂള് ഇങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത്. എന്താ വെച്ചാൽ ഒരു ത്രൂ ഒരു പയ്യൻ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മകൻ്റെ കണ്ണിലൂടെ അച്ഛനെ കാണുന്ന അത് ഉറപ്പായിട്ടുണ്ട്. അതൊരു എക്സൈറ്റ്മെൻ്റാണ്. കാരണം ഇങ്ങനെയുള്ള ചില നല്ല ഷോട്ടുകൾ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക്
ത്രില്ലുണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഗാങ്സ്റ്റർ കഴിഞ്ഞ് ഇനി റിമയെ വെച്ചിട്ട് ഒപ്പന എന്താണ് ഒരു സിനിമയുടെ കാര്യം അല്ലേ? ഒപ്പന. മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക. ആ, അത് റിമ അയച്ചെന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ റാൻഡം ആയിട്ട് വന്നൊരു സോങ്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ വെറുതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ അയച്ചെന്ന്. അതാ, ഇത് മമ്മൂക്കയുണ്ട് ലൊക്കേഷനിൽ. റിമയ്ക്ക് അത് ഇമ്പ്രസീവായി തോന്നിയ പാട്ട്. അതെ അതെ, ആഷിഖിന് അതിലൊരു സിനിമയുണ്ടോ എന്ന് നമുക്ക്, ഐ മീൻ അതിലൊരു സിനിമ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വന്ന അതിൽ നിന്നാണ് ഐഡിയ ഉണ്ടാവുന്നത് ആക്ച്വലി. ആ സിനിമയായിട്ട് മുമ്പോട്ട് പോവാണ് ഉറപ്പായിട്ടും. അതിൻ്റെ ഒരു തിരക്കഥ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലാവുന്നവരെ കുറച്ച് സമയം കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ചോദിച്ചില്ല ആക്ഷനോട് ഭ്രമമുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് അതിലും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആഷിഖിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്, അതായത് ഇതുവരെ പറയാത്ത രീതിയിലുള്ള വൈവിധ്യമുള്ള, പിന്നെ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനോടാണ് കൂടുതൽ ഭ്രമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അല്ല, ഓരോരുത്തരും ആഷിഖിനെ പല രൂപത്തിലാണ് കാണുന്നത്. എന്താ കാരണം വെച്ചാൽ ആഷിഖ് വലിയൊരു സംഭവമായതുകൊണ്ട് ഇതിനൊക്കെ ചിലവുണ്ടെന്ന് ഞാൻ പ്രത്യേകം ഉറപ്പായിട്ടും പല രൂപത്തിൽ ആഷിഖിനെ കാണുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആഷിഖ് നല്ല കൊമേഴ്സ്യൽ എന്താ പറയുക കണ്ണുള്ള ആളാന്ന് പറയുന്നവരുണ്ട്. കൃത്യമായിട്ട് എവിടെയാണ് പണം കായ്ക്കുക എന്നറിയാം, എവിടെ കൊത്തണം എന്നറിയാം എന്നൊക്കെയുള്ള. ആഷിഖിൻ്റെ സിനിമാ കമ്പനിയുടെ പേരെന്താണ്? OPM. OPM എന്താ OPM കൊണ്ട് ഉദ്ദേശിച്ചത്? അതർ പീപ്പിൾസ് മണി. ഓ, അത് ശരി. വളരെ കൊമേഴ്സ്യലാണ്, വളരെ സക്സസ്ഫുള്ളാണ്. പുതിയ തലമുറയിലെ സിനിമ മേക്കേഴ്സിൽ കൃത്യമായിട്ട് പൈസയുടെ വാല്യൂ, പൈസ ഉണ്ടാക്കാനുള്ള വിരുദ്ധമുള്ള ആളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഉണ്ട്. ഞാൻ എന്നുള്ളത് അങ്ങനെയാണ്, അങ്ങനെയാണ്. അത് നല്ലതുമല്ലേ? നല്ലതാണ്. പൈസയുടെ വാല്യൂ ആഷിഖിന് അറിയാം. പിന്നെ കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ സിനിമാ കമ്പനി തുടങ്ങാൻ തന്നെ കാരണം നമ്മൾക്ക് സ്വന്തമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരുപാട് പുതിയ ടാലൻസ് നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു ഓപ്പണിങ് എനിക്ക് കിട്ടിയ സ്വീകാര്യത വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ പരീക്ഷണങ്ങൾ നടക്കും, കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള തിങ്കിങ് നടക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന, ഇപ്പോഴും ചെയ്യുന്ന ദിലീഷ് പോത്തൻ്റെ ആദ്യത്തെ സിനിമ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം വേറൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറേ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിരുന്ന വേറൊരു സൗബിൻ എന്ന് പറയുന്ന ആളുടെ, അയാൾ ആക്ടറും കൂടിയാണ്. പുള്ളി ചെയ്യാൻ പോകുന്ന സിനിമയിൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഫ്രീ തിങ്കിങ് സ്പേസ് കൊടുക്കുക എന്നുള്ളത്